TCM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? TCM എവിടെയും കേട്ടിട്ടുണ്ടോ? TCM അല്ല. നമുക്ക് ഒരുപാട് ആളുകൾ ഇതൊക്കെ നമുക്ക് നല്ല ഇങ്ങനെ ഒരുപാട് വെരിക്കോസിന്റെ കേസുകൾ ഒരുപാട് വരാറുണ്ട്. ഹായ്, ഹലോ. നിങ്ങൾക്ക് TCM എന്താണെന്ന് അറിയോ? ഇനി TCMനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ഇനി ഈ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് TCM എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് TCMനെ കുറിച്ചും TCM എന്താണെന്നുള്ളതും നമുക്ക് നമ്മളുടെ പബ്ലിക്കായിട്ടുള്ള ആളുകളോട് അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്ട്രീറ്റ് വീഡിയോയുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്വന്തം HMT ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് നമ്മളെ ഓട്ടോ ഇക്കന്മാരെയും ചേട്ടന്മാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക, അവർക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കൊടുക്കുക. അപ്പോൾ വന്നപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മളിവിടെ കാണണം. നമ്മളെ സ്വന്തം HMT ജംഗ്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഇവിടെ നമ്മളും ഉണ്ട്. ഇവിടെ അതാണ് ഇതേ കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കുറച്ചും കൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ഓട്ടോ ഇക്കന്മാരുടെ അടുത്തേക്ക് പോവാം. ബാ. ഇക്കടെ പേരെന്തായിരുന്നു? എന്റെ പേര് അരുൺ എന്നാണ്. സ്ഥലം എവിടെ? ഇവിടെ തന്നെയാണോ? അവിടെ തൊട്ടപ്പുറത്ത് പൈപ്പ് ലൈൻ. ഇക്കടെ പേര്? എന്റെ പേര് അംസാം. ഇവിടെ തന്നെയാണോ? പൈപ്പ് ലൈൻ. ഇക്കാന്റെ പേര്? ഇക്കാന്റെ പേര് ഗണേഷ്. നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ബാക്ക് ടു ബാലൻസിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. TCM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? TCM സൂചി ഇതാണ്. TCM അതിൽ വരുന്നതാണ്. ഇക്കാക്ക് അറിയോ TCM എന്താന്ന്? ഇക്കാക്ക് അറിയോ? TCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. അതാണ് TCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം ആളുകൾക്ക് അറിയും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദിവസം ഒരു 2-3 കേസുകളൊക്കെ വരും. നമ്മൾ താഴ്ത്തുകൊണ്ട് ആക്കിയിട്ട് വരാറുണ്ട്. പക്ഷെ ബേസിക്കലായിട്ട് അതിനെ കുറിച്ചുള്ള കറക്റ്റായിട്ട് അറിയും. TCM വരുന്ന ചികിത്സകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അവിടെ ഇപ്പൊ യാത്രക്കാർ കയറിയതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഞാൻ പറയാം, TCM വരുന്നതാണ് അക്യുപങ്ചർ, കപ്പിംഗ് തെറാപ്പി, അതുപോലെ മോക്സിബേഷൻ, ഇങ്ങനെയൊക്കെ വരുന്ന ഈ TCM വരുന്ന ചികിത്സകൾ. അതിൽ നമ്മൾ മെയിനായിട്ട് ചൈനീസ് മെഡിസിൻ, ചൈനീസ് അക്യുപങ്ചർ, അതായത് TCM അക്യുപങ്ചർ, ഇതാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാ പേജ് അങ്ങനെ വല്ലതും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. അതിനെ കുറിച്ചൊന്നും വന്നിട്ടില്ലല്ലോ. നമുക്ക് എന്താ പറയാ, നമുക്ക് ഇൻസ്റ്റാഗ്രാം, അതുപോലെ യൂട്യൂബ്, അതൊക്കെ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. ബാക്ക് ടു ബാക്ക് ഇതിൽ നമ്മൾ ടിപ്പ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഇക്കാർക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ചെറിയൊരു ഗിഫ്റ്റാണ്. ഇത് എന്താ വെച്ചാൽ ജസ്റ്റ് കമ്പിൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട്, ഇത് നമ്മൾ ബ്ലഡ് പ്രഷർ, അതുപോലെ സ്ട്രെസ്, ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. അതുപോലെ ഈ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ കയ്യിലിട്ട് വെക്കും. ഇതിങ്ങനെ കയ്യിലിട്ട് വെച്ചിട്ട് എല്ലാ വിരലിലും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. 10 വിരലിലും നമ്മൾ പെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ആശ്വാസം കിട്ടും. ജോക്കിൽ വരുന്നത് മെറ്റീരിയലാണ്. താങ്ക് യു. ശരി. ഒരു വെറുതെ നമുക്ക് വിടാൻ പറ്റില്ല. അവർക്കും കുറച്ച് കാര്യം ഇതേ സംഭവങ്ങൾ തന്നെ നമുക്ക് കൊടുത്തേക്കാം. ഇട്ട് വെക്കുന്നത് 10 വരെ റോൾ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നമ്മളെ അതനുസരിച്ച് നമ്മൾ ഈ ശരീരവേദന, ഷോൾഡർ പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഇതിങ്ങനെ നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. ഓക്കെ, ശരി, പോയിട്ട് വരണം. അപ്പോൾ നമ്മൾ അടുത്ത നമ്മളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുള്ളത് INTUSന്റെ വിശ്രമ കേന്ദ്രത്തിലാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ചേട്ടന്മാരും ഇക്കന്മാരും ഉണ്ട്. അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഏട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽകുമാർ. തൻ്റെ വീട് എവിടെയാ? കുസാറ്റ് തന്നെയാണ്. ഏട്ടൻ്റെ പേരെന്താ? വീട് എവിടെയാ? ഏട്ടൻ്റെ പേരെന്താ? ജോർജ്.
ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ ഇക്കാന്റെ പേരെന്താണ്? ശശി. ഇവിടെ തന്നെയാണ് എന്റെ വീട്. ഇവിടെ തന്നെ. പേര്? രാഹുൽ. സ്ഥലം വീട് എവിടെയാ? ഇവിടെ തന്നെയാ. വീട് പള്ളിയിലാങ്കര. ഓക്കെ. ഞങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യും. നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ബാക്ക് ടു വെൽസ് ക്ലിനിക്കിൽ നിന്ന് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയോ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പബ്ലിക്കായിട്ട് എന്തെങ്കിലും അക്യുപഞ്ചർ അതിനെ കുറിച്ച് അറിയോ എന്നുള്ള വേണ്ടിയിട്ട് വന്നതാണ്. TCM എന്താണെന്ന് അറിയോ? അറിയില്ല. TCM എന്താണ്? TCMനെ കുറിച്ച് കേട്ടില്ല. TCM എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അതിൽ വരുന്നതാണ് അക്യുപഞ്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അക്യുപഞ്ചറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. അക്യുപഞ്ചർന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഉള്ള സ്ഥാപനമുള്ള അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ മെയിനായിട്ട് ഈ നടുവേദന, തലവേദന, അതുപോലെ ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സാധാരണയായിട്ട് ഒരാളുകൾ എന്താണ് ചെയ്യുക? പെട്ടെന്ന് ഹോസ്പിറ്റലിലുള്ള പെട്ടെന്ന് ഒരു തലവേദന നമ്മളൊരു ഗുളിക എടുത്ത് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു തലവേദനയോ അല്ലെങ്കിൽ എന്താ പറയുക നടുവേദനയോ അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കാണ്ട് തന്നെ കഴിഞ്ഞാൽ നമുക്ക് മാറ്റാന്നുള്ളതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ട്രീറ്റ്മെന്റ് ചെയ്യണ അങ്ങനെ പുറത്ത് ആളിരിക്കണ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഈ അക്യുപഞ്ചർ നമുക്ക് മരുന്ന് കഴിക്കാണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളും മാറ്റും. മെയിനായിട്ട് നടുവേദന, അതായത് ഇപ്പോൾ നമ്മൾ ലേഡീസ് ആണെങ്കിൽ ഒരുപാട് വെയിറ്റ് എടുക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മരുന്ന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ കാലിന്റെ ഒരു വെരിക്കോസിന്റെ ഒരു ഇതൊക്കെ നമുക്ക് നല്ല ഇങ്ങനെ ഒരുപാട് വെരിക്കോസിന്റെ കേസുകൾ ഒരുപാട് വരാറുണ്ട്. പല സ്ഥലത്തും കാണിച്ചിട്ട് മാറാത്ത കേസുകളൊക്കെയാണ് നമുക്കവിടെ വരാറുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ. പുറത്തുനിന്ന് മാത്രമല്ല അവിടെ ഒരുപാട് ഞങ്ങൾ അവരെ വിളിച്ചിട്ട് ചെല്ലാൻ പറ്റാണ്ട്. നിങ്ങൾ എന്തായാലും ഒരു ദിവസം വരും. ഞാൻ മറ്റേ ഇതാ നമ്മൾ ഈ കാണാൻ തൊട്ടടുത്ത് തന്നെ അയൽവാസികൾ തന്നെയല്ലേ. ശരി, നമുക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏട്ടന്മാരോട് ചോദിച്ചു. നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊടുക്കാം. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇത് ഇങ്ങനെ തള്ളവരിൽ ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. നമ്മളെല്ലാ ഉള്ളംകൈൻ്റെ അടിയിൽ ഉള്ളംകാലിൻ്റെ അടിയിലൊക്കെ നമുക്ക് പ്രസ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്, ആൻസൈറ്റി, ടെൻഷനൊക്കെ ഉള്ള ടൈമിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ഒരു റിലാക്സേഷനാണ് കിട്ടും. ഓക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്, സുജോക്ക് റിങ് ആണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഈ 10 വിരലിൽ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇട്ട് വെക്കരുത്. ഇതിങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കും. 10 വിരലിട്ട് റോൾ ചെയ്തോണ്ടിരിക്കും. നമ്മളെ ശരീരവേദന, തോൾ വേദന, കൈ വേദനയ്ക്ക് നമ്മൾ വേദനകൾക്കൊക്കെ നമ്മൾ 10 വിരലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. 10 മിനിറ്റ് ഡെയിലി 10 മിനിറ്റ് 12 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു നേരത്തെ മരുന്ന് കഴിക്കണേക്കാളും നല്ലതല്ലേ? നമുക്ക് പെട്ടെന്ന് മരുന്നില്ലാണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഇക്കാനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇക്കാന്റെ പേരെന്താണ്? വീട് എവിടെയാ? ആലുവയാണോ? ഇക്കാക്ക് TCM എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അക്യുപങ്ചർ എന്താണെന്ന് അറിയോ? അക്യുപങ്ചർ എന്താണെന്ന് അറിയോ? അക്യുപങ്ചർ പറഞ്ഞു കഴിഞ്ഞാലേ TCM എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, പാരമ്പര്യ ചൈനീസ് മരുന്നിനാണ് TCM എന്ന് പറയുന്നത്. അതിലുള്ളൊരു വിഭാഗമാണ് അക്യുപങ്ചർ എന്ന് പറയുന്നത്. അക്യുപഞ്ചർ നമ്മൾ ഈ ശരീരത്തിൽ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ സൂചി കൊണ്ട് കുത്തിയിട്ട് ചികിത്സിച്ച് ഭേദമാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ചികിത്സ ഉണ്ട്. മരുന്നില്ലാണ്ട് നമുക്ക് എന്ത് അസുഖവും മാറ്റാൻ പറ്റുന്ന ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ആളുകൾക്ക് അറിയില്ല. അപ്പൊ അന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ശരി, അപ്പൊ പോവാം. അപ്പൊ നമുക്കിവിടെ 2 ഇക്കമാരുണ്ട്. ഇക്കമാരുടെ കാര്യം ചോദിച്ചു നോക്കാം. ഇക്കാന്റെ പേരെന്താണ്? സ്ഥലം എവിടെയൊക്കെ? കല്ലൂര്. ഇക്കാന്റെ പേരെന്താ? വീട് എവിടെയാ? കലൂർ തന്നെയാ. ഇക്കാക്ക് TCM എന്താന്ന് അറിയോ? കേട്ടിട്ടുണ്ട് TCM-നെ കുറിച്ച്? TCM എന്താന്ന് കേട്ടിട്ടുണ്ടോ? TCM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അതിൽ വരുന്നതാണ് അക്യുപങ്ചർ, ഈ കപ്പിങ് കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് ഈ TCM ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ വരും. അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചൈനീസ് ചികിത്സാ രീതിയാണ്. അപ്പൊ അതില് ഈ അക്യുപങ്ചറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ചികിത്സ ചെയ്തിട്ടുണ്ട് എവിടെ? അപ്പൊ ഇക്ക ചെയ്തിട്ടുണ്ടോ?
ചെയ്തിട്ടില്ല, കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അക്യുപഞ്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു നമ്മൾ സാധാരണ തലവേദന വല്ല എന്താ പറയാ ബാക്ക് പെയിൻ അങ്ങനെ വരുന്ന മരുന്ന് കുടിക്കുക, പെയിൻ കില്ലർ കഴിക്കുകയല്ലേ ചെയ്യാം. നമുക്ക് മരുന്ന് കുടിക്കാൻ തന്നെ നമ്മൾ അസുഖം മാറ്റുന്ന അത് നല്ലതല്ലേ? അപ്പോൾ നമുക്ക് അക്യുപഞ്ചറിൽ പറഞ്ഞാൽ ഒരുപാട് വേദനകൾ, അതുപോലെ പെയിൻ കില്ലർ, ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, തലവേദന, മൈഗ്രെയിന്, കഫക്കെട്ട്, അതുപോലെ എന്താണ് ഇടുപ്പ് വേദന, ബാക്ക് പെയിൻ, ഇതിന് എല്ലാത്തിനും നല്ല റിസൾട്ട് ഉള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. അപ്പൊ അത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. അത് ചില ആളുകൾക്ക് അറിയാം, അത് അറിയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. നമ്മളെന്തായാലും ഇക്കമാർ രണ്ട് കാര്യം ചോദിച്ചല്ലേ, അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാല്ലേ? ഇതേ തമ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇങ്ങനെ വിരലിൽ ഇടുക, ജസ്റ്റ് ഇതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇതേ ഇങ്ങനെ പ്രസ് ചെയ്യുക. നമ്മൾ ഉള്ളംകൈന്റെ അടിയിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതില്ലേ, നമ്മളെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാന്, സ്ട്രെസ്, ആൻസൈറ്റി, ടെൻഷൻ ഒക്കെ ഉണ്ട ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്താൽ നമ്മൾ ഉള്ളംകൈന്റെ അടിയിൽ, ഉള്ളംകാലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. പിന്നെ അതുപോലെ ഇത് പറഞ്ഞാൽ സുജോക്ക് റിംഗ് എന്ന് പറയും, നമുക്ക് ഓൺലൈനിൽ കിട്ടും. ഇത് ജസ്റ്റ് നമ്മളെ 10 വിരലിലും ഇങ്ങനെ ഇടുക, ഇട്ടതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്യാം. ഇത് നമ്മളെ ഈ ശരീരം, ഈ കൈ വേദന, കാല് വേദന, മുട്ടുവേദന, തോള് വേദന, ഇതിനൊക്കെ നമുക്ക് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ആശ്വാസം. ഇതിങ്ങനെ ഇട്ട് വെക്കരുത് കേട്ടോ. ഇങ്ങനെ 10 മിനിറ്റ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുക. അതുപോലെ കാക്കും. ഓക്കെ, പോയിട്ട് വരട്ടെ. നമുക്കിവിടെ 2 മച്ചന്മാരെ കിട്ടിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം അവരെ കാര്യങ്ങൾ, അവർ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ അറിയോ എന്നുള്ളത്. പേരെങ്ങനെയായിരുന്നു? ഫഹദ്. വീട് എവിടെയാ? ആലപ്പുഴ. ഇപ്പൊ കൊച്ചിയിൽ ജോലി ചെയ്യാണോ അതോ പഠിക്കുകയാണോ? ഓക്കെ. പേരെന്തായിരുന്നു? സഫ്വാൻ. ആലപ്പുഴ തന്നെയാണോ? ഓക്കെ. കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് ഫ്രണ്ടിന്റെ അടുത്ത്. ഓക്കെ. അപ്പോ നിങ്ങക്ക് TCM എന്താന്ന് അറിയോ? TCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. അപ്പൊ അതിലുള്ള ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അക്യുപഞ്ചറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ബ്രോ? ഇല്ല. ആരെങ്കിലും കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ചികിത്സ അക്യുപഞ്ചർ എടുത്തിട്ടുണ്ടോ? അക്യുപഞ്ചർ നമുക്ക് മരുന്നില്ലാണ്ട് രോഗങ്ങൾ ചികിത്സിക്കുന്ന ചെറിയൊരു സൂചി വെച്ച് അത് ചെറിയ നീഡിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ പോയിന്റുകൾ ഇൻസേർട്ട് ചെയ്തിട്ട് ചികിത്സിച്ച് രോഗം ഭേദമാക്കുന്നതാണ് അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സ. പെട്ടെന്ന് നമ്മൾ തലവേദന, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു ഗുളിക എടുത്ത് കഴിക്കുകയല്ലേ ചെയ്യാറുള്ളത്. അത് നമുക്ക് ഈ പനി, അതുപോലെ എന്താ ഈ തലവേദന, ബാക്ക് പെയിൻ, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പെയിൻ കില്ലർ കഴിക്കാണ്ട് തന്നെ, നമ്മൾ എന്താ മരുന്ന് കഴിക്കാണ്ട് തന്നെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്വാഭാവികം എല്ലാവരും അതുപോലെ അതല്ലേ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം. ബ്രോ പേരെങ്ങനെയാ? വീട് എവിടെയാ? ഇവിടെ പഠിക്കുകയാണോ? അതെ. എവിടെയാ പഠിക്കുന്നത്? പേരെങ്ങനെയാ? ആദിത്യൻ. വീട് എവിടെയാ? വർക്കല. പഠിക്കാൻ പേരെങ്ങനെയാ? വീട് എവിടെയാ? നിങ്ങക്ക് TCM എന്താന്ന് അറിയോ? TCM എന്താ അറിയോ? TCM അറിയില്ല. TCM എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആണ്. അപ്പൊ അതിൽ വരുന്ന ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ, ഈ കപ്പിങ് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ വരുന്നത്. അതൊക്കെയാണ് ഇത് വന്ന് ട്രഡീഷണൽ ചൈനീസ് TCM എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ അക്യുപഞ്ചറിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അക്യുപഞ്ചറിനെ എവിടെയും കേട്ടിട്ടുണ്ടോ? അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നടുവേദന, മൈഗ്രെയിന്, തലവേദന, നടുവേദന എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ചെറിയ നീഡിൽ വെച്ച് കുത്തി ഓരോ പോയിന്റുകളിൽ കുത്തിയിട്ട് ചികിത്സിച്ച് മാറ്റുന്നതാണ് അക്യുപഞ്ചർ. അത് ചൈനീസ് ചികിത്സാ രീതിയാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ചൈനയിൽ നിന്നാണ് വരുന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ക്ലിനിക്കിലുള്ളത്. അപ്പൊ ഈ TCM എന്താണെന്നും അക്യുപഞ്ചർ എന്താണെന്നും കുറെ ആളുകൾക്ക് അറിയില്ല. അത് അറിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി, താങ്ക്സ്. നമുക്കിവിടെ കുറച്ച് ഓട്ടോയ്ക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചേക്കാം. നമുക്ക് ഇതിനെ കുറിച്ച് അറിയോ എന്നുള്ളത് നോക്കി നോക്കാം. ഇക്കാന്റെ പേരെന്താണ്? അലിയുടെ എവിടെയൊക്കെ? കുസാറ്റ് തന്നെയാണ്. ഇക്കാന്റെ പേരെന്താ? കുസാറ്റിന്റെ വീട് പേര്? മജീദ്. ഇക്ക TCM എന്ന് വല്ലതും, TCM എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയോ? TCM എവിടെയും കേട്ടിട്ടുണ്ടോ? അതല്ല ഇക്ക കേട്ടിട്ടുണ്ടോ? TCM എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ വെച്ചാല് ഈ TCM വരുന്നതാണ് അക്യുപഞ്ചർ, കപ്പിങ്, ഇതൊക്കെ ഈ ഒരു അക്യുപഞ്ചർ ഇതൊക്കെ വരുന്ന ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ വരുന്നതാണ് ഈ അക്യുപഞ്ചർ. അപ്പൊ അത് എന്താ പറയുക, ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ചെറിയ നേർത്ത സൂചി കൊണ്ട്
നമ്മുടെ ശരീരത്തിൽ ഓരോ പോയിന്റുകളുണ്ട്, അവിടെ കുത്തിയിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനാണ് അക്യുപഞ്ചർ ചികിത്സ. അത് ചൈനയിൽ നിന്ന് വന്ന ചികിത്സാ രീതിയാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അപ്പം അത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. അപ്പം അത് ഓരോ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, കുറെ ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചൈനീസ് ചികിത്സാ രീതിയാണ്. അതെന്താ, ഈ അക്യുപഞ്ചറിന് ഇന്ത്യൻ അക്യുപഞ്ചർ അതുപോലെ എന്താണ് സിംഗിൾ നീഡിൽ പറഞ്ഞിട്ട് വേറെ ഉണ്ട്. നമ്മളത് പറഞ്ഞാൽ ശരിക്കും പാരമ്പര്യ ചൈനീസ് മെഡിസിൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ചില ആളുകൾ ചികിത്സ തുടങ്ങി അപ്പൊ തന്നെ മരുന്ന് നിർത്തിയൊക്കെ ചെയ്യും. നമ്മൾ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ ആശ്വാസം കിട്ടാത്ത അതിന്റെ ശേഷം പോയിട്ട് വ്യത്യാസമില്ലാത്ത കാരണം പുള്ളി നിർത്തി. പുള്ളി പോയത് 36 ഇവിടെ അതെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. എന്താ പറയാ, എല്ലാ രോഗത്തിനും എനിക്ക് പ്രഷർ, കൊളസ്ട്രോൾ, പ്രോസ്റ്റേറ്റ്, ബ്ലോക്ക് ഇതെല്ലാം ഉള്ളവനാണ് ഞാൻ. ഇതുകൊണ്ട് എന്തെങ്കിലും നല്ല പരിഹാരം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, പരിഹാരം നല്ലോണം ഉണ്ടാവും അതിനൊക്കെ. പരിഹാരം എന്താക്കാണ് ചേട്ടാ ഒരു ദിവസം നമ്മളെ ക്ലിനിക്കിൽ വരും. എന്തായാലും ഇവിടെ തൊട്ടടുത്തല്ലേ, അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റേ ഇതിന്റെ ക്യാമ്പിനായിട്ട്. ഓക്കെ ഓർമ്മയുണ്ട്. ഒരു ദിവസം ഒന്ന് അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുക കേട്ടോ. ശരി, പോട്ടെ എന്നാല്. അപ്പൊ നമുക്ക് ആളുകൾക്ക് എന്തെല്ലാം TCM കുറിച്ച് അറിയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നിങ്ങൾക്കും ഇതേപോലെ തലവേദന, മൈഗ്രെയിൻ, അതുപോലെ കഴുത്ത് വേദന, തോളുവേദന, ന്യൂറോ സംബന്ധമായുള്ള എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെ വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറഞ്ഞാലും മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.